പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വീഡിയോസ് ഞാൻ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. ആ 3 വീഡിയോസും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ 4ാമത്തെ വീഡിയോ കാണാൻ. നമുക്കിനി 4ാമത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ 10 ചോദ്യങ്ങൾ സം ടു എൻ ടേംസുമായിട്ട് ബന്ധപ്പെട്ട 10 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് ദി സം ഓഫ് 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഓഫ് ആൻ AP ഈസ് 1050 ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടേം ഈസ് 10, ഫൈൻഡ് ദ 20th ടേം. ശ്രദ്ധിക്കുക. ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഓഫ് ആൻ AP ഈസ് 1050 ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടേം ഈസ് 10, ഫൈൻഡ് ദ 20th ടേം. ഇതാണ് ചോദ്യം. ഒരു AP-യുടെ 14 ടേമുകളുടെ സം എന്ന് പറയുന്നത് 1050 ആണ്. ഫസ്റ്റ് ടേം 10 ആണ്. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ എഴുതുക. ആൻസർ ഹിയർ A സമം 10, ഫസ്റ്റ് ടേം A സമം 10 ആൻഡ് S14 ഈസ് ഈക്വൽ ടു 1050. 14 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 1050 ആണ്. നമുക്ക് 20ാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് അറിയില്ല, അത് D എന്നെടുക്കാം. ലെറ്റ് D ബി ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ ഗിവൺ AP. തന്നിരിക്കുന്ന AP-യുടെ കോമൺ ഡിഫറൻസ് D ആണെന്നിരിക്കട്ടെ. ഇവർ സം ഓഫ് 14 ടേംസ് പറയുന്നുണ്ട്. S14 എന്ന് പറയുന്നത് 14/2 ഇൻറ്റു 14 - 1 ഇൻറ്റു D ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1050 ആണ്. ദാറ്റ് ഇംപ്ലൈസ് 14/2 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 + 2 ഇൻറ്റു A എന്ന് പറയുന്നത് 10 ആണ്. പ്ലസ് 13D ഈസ് ഈക്വൽ ടു 1050. ദാറ്റ് ഇംപ്ലൈസ് 7 ഇൻറ്റു 20 + 13D ഈസ് ഈക്വൽ ടു 1015. ഈ 7 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 140 + 91D ഈസ് ഈക്വൽ ടു 1050. ദാറ്റ് ഇംപ്ലൈസ് 91D ഈസ് ഈക്വൽ ടു 1050 - 140. ദാറ്റ് ഈസ് ഈക്വൽ ടു 910. അപ്പോൾ 91D എന്ന് പറയുന്നത് 910 ആണ്. അപ്പോൾ D എന്ന് പറയുന്നത് 910 ഡിവൈഡഡ് ബൈ 10 ആണ്. 910 ഡിവൈഡഡ് ബൈ 91 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് 20th ടേം കണ്ടുപിടിക്കാം. A20 സമം 20th ടേം A20 എന്ന് പറയുന്നത് A + 19D ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 + 19 ഇൻറ്റു 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 + 190 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 200. 20th ടേം കാണാനായിരുന്നു ചോദ്യം. നമുക്ക് 20th ടേം കിട്ടി. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൗ മെനി ടേംസ് ഓഫ് ദ AP 24, 21, 18 എക്സെട്ര മസ്റ്റ് ബി ടേക്കൺ സോ ദാറ്റ് ദ സം ഈസ് 78. ഈ AP-യിൽ 24, 21, 18 എക്സെട്ര എന്ന് പറയുന്ന AP-യുടെ എത്ര ടേംസ് കൂട്ടിയാലായിരിക്കും നമുക്ക് 78 കിട്ടുന്നത്? ഇതാണ് ചോദ്യം. ഹൗ മെനി ടേംസ് ഓഫ് ദ AP 24, 21, 18 എക്സെട്ര മസ്റ്റ് ബി ടേക്കൺ സോ ദാറ്റ് ദ സം ഈസ് 78. ഇതാണ് ചോദ്യം. ഇവിടെ ഫസ്റ്റ് ടൈം ഹിയർ A ഈസ് ഈക്വൽ ടു 24 ആണ്. കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് 21 - 24 ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ആണ്. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 24 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -3 ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എത്ര ടേംസിൻ്റെ സമ്മാണ് 78 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങോട്ടുള്ള n ഫെലോസിൻ്റെ സമ്മാണെന്നിരിക്കട്ടെ 78. അങ്ങോട്ടുള്ള എത്ര ടേമുകളുടെ സമ്മാണ് 78 എന്നാണ് അറിയേണ്ടത്. അങ്ങോട്ടുള്ള n ടേംസിൻ്റെ സമ്മാണെന്നിരിക്കട്ടെ 78. Sn ഈസ് ഈക്വൽ ടു 78. ദാറ്റ് ഇംപ്ലൈസ് Sn എന്ന് പറയുമ്പോൾ n/2 ഇൻറ്റു 2A + n - 1 ഇൻറ്റു D ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 78. നമുക്ക് എയും ഡിയും അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ n/2 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2 ഇൻറ്റു 24 + n - 1 ഇൻറ്റു -3 ഈസ് ഈക്വൽ ടു 78. ദാറ്റ് ഇംപ്ലൈസ് n/2 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 48 മൈനസ് ഈ -3 അകത്തേക്ക് ഗുണിക്കുമ്പോൾ -3n - ഇൻറ്റു +3 ഈസ് ഈക്വൽ ടു 78. ദാറ്റ് ഇംപ്ലൈസ് n/2 ഇൻറ്റു 48 + 3 എന്ന് പറയുമ്പോൾ 51 ആണ്. 51 - 3n ഈസ് ഈക്വൽ ടു 78. ദാറ്റ് ഇംപ്ലൈസ് n ഇൻറ്റു 51 - 3n ഈസ് ഈക്വൽ ടു 156. രണ്ട് വശം നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. n അകത്തേക്ക് ഗുണിക്കുന്നുണ്ട് 51n - 3n² ഈസ് ഈക്വൽ ടു 156. ദാറ്റ് ഇംപ്ലൈസ് -3n² + 51n - 156 ഈക്വൽ ടു 0. ത്രൂ ഔട്ട് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3n² - 51n + 156 ഈക്വൽ ടു 0. ത്രൂ ഔട്ട് ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ n² - 13n + 52 ഈക്വൽ ടു 0. ഇവിടെ LHS നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഗുണിച്ചാൽ 52 കിട്ടണം, കൂട്ടിയാൽ -17 കിട്ടണം. സംഖ്യകൾ -4ഉം -13ഉമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. n - 4 ഇൻറ്റു n - 13 ഈസ് ഈക്വൽ ടു 0. ഈ പ്രോഡക്റ്റ് 0 ആയതുകൊണ്ട് ഒന്നെങ്കിൽ ആദ്യത്തെ ഫാക്ടർ 0 ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ 0 ആയിരിക്കും. ഇപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് n - 4 ഈസ് ഈക്വൽ ടു 0 ഓർ n - 13 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് n ഈസ് ഈക്വൽ ടു 4 ഓർ n ഈസ് ഈക്വൽ ടു 13.
അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങിയത്. ഈ എ പിയുടെ എൻ ടേംസിൻ്റെ സമ്മാണെന്നിരിക്കട്ടെ 78. ഇവിടെ എൻ എന്ന് പറയുന്നത് 4 or 13 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ട് അഡ്മിസിബിൾ ആണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ടുള്ള 4 ടേം കൂട്ടിയാലും നമുക്ക് 78 കിട്ടും. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള 13 ടേംസിൻ്റെ സം എടുത്താലും നമുക്ക് 78 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ എന്നിൻ്റെ വാല്യൂ നമുക്ക് 4 or 13 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 4 or 13 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ എ പിയിലെ ആദ്യത്തെ 4 ടേം കൂട്ടിയാലും നമുക്ക് 78 കിട്ടും. അതുപോലെ ആദ്യത്തെ 13 ടേം കൂട്ടിയാലും നമുക്ക് 78 കിട്ടും. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് പരിഗണിക്കാവുന്നതാണ്, അഡ്മിസിബിളാണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 1000 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഇതാണ് ചോദ്യം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 1000 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ആദ്യത്തെ 1000 പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണം. First 1000 positive integers are 1, 2, 3, etc. 1000. These terms are in AP with A is equal to 1 and D is equal to 1. ആദ്യത്തെ 1000 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരാണ് 1, 2, 3, 4, etc. 1000 ആണ്. ഇവർ എ പിയിലാണ്. ഫസ്റ്റ് ടൈം എ എന്ന് പറയുന്നത് 1 ആണ്. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നതും 1 ആണ്. അപ്പോൾ അവരുടെ സം എന്ന് പറയുന്നത് S1000 എന്ന് പറയുന്നത് n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000/2 ഇൻറ്റു 1 + 1000, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000/2 ഇൻറ്റു 1001 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 500,500 എന്ന് വരും. ഇതാണ് ആദ്യത്തെ 1000 പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. First n positive integers are 1, 2, 3, etc. n. First n positive integers are 1, 2, 3, etc. n. These terms are in AP with A is equal to 1 and D is equal to 1. ഈ ടേംസ് എ പിയിലാണ്. ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അങ്ങോട്ടുള്ള n ടേംസിൻ്റെ സം എന്ന് പറയുന്നത് SN സമം n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. ലാസ്റ്റ് nth ടേം എന്ന് പറയുന്നത് n ആണ്. nth ടേം ഇവിടെ n ആണ്. അപ്പോൾ n/2 ഇൻറ്റു 1 + n എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n + 1/2 ആണ്. അപ്പോൾ ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്, ആദ്യത്തെ n പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n + 1/2 ആണ്. n ഇൻറ്റു n + 1/2 ആണ്. നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് of the list of numbers whose nth term is given by an is equal to 3 + 2n. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് ഓഫ് ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഹൂസ് nth ടേം ഈസ് ഗിവൺ ബൈ an ഈസ് ഈക്വൽ ടു 3 + 2n. ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ nth ടേം അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ nth ടേം തന്നിട്ടുണ്ട്. an ഈസ് ഈക്വൽ ടു 3 + 2n ആണ്. നമുക്ക് ആ ലിസ്റ്റിനകത്തുള്ള ആദ്യത്തെ 24 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ nth ടേം എഴുതാം. ഹിയർ an ഈസ് ഈക്വൽ ടു 3 + 2n ആണ്. അതുകൊണ്ട് a1 എന്ന് പറയുമ്പോൾ 3 + 2 ഇൻറ്റു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. a2 എന്ന് പറയുന്നത്, a2 കാണാൻ n2 എന്ന് കൊടുക്കുക, 3 + 2 ഇൻറ്റു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. a3 എന്ന് പറയുമ്പോൾ 3 + 2 ഇൻറ്റു 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ nth ടേം തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടേം a1 5 ആണ്, സെക്കൻഡ് ടേം a2 എന്ന് പറയുന്നത് 7 ആണ്, തേർഡ് ടേം a3 എന്ന് പറയുന്നത് 9, എക്സെട്ര. അപ്പോൾ തന്നിരിക്കുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എ പി ആണ്. ഗിവൺ ലിസ്റ്റ് ഈസ് ആൻ എ പി വിത്ത് എ സമം ഫസ്റ്റ് ടൈം എ സമം 5 ആൻഡ് കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 7 - 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 7 - 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഒരു ലിസ്റ്റിൻ്റെ nth ടേമാണ് തന്നിരിക്കുന്നത്. ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ nth ടേം തന്നിരിക്കുന്നു. nth ടേം ഉപയോഗിച്ച് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേം എക്സെട്ര നമ്മൾ കണ്ടു. ഈ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം എക്സെട്ര നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന ലിസ്റ്റ് ഒരു എ പി ആണെന്നും അതിൻ്റെ ഫസ്റ്റ് ടൈം എ ഈസ് ഈക്വൽ ടു 5 ആണെന്നും കോമൺ ഡിഫറൻസ് 7 - 2 5 ആണെന്ന് 7 - 5 2 ആണെന്ന് മനസ്സിലായി. നമുക്ക് ആ ലിസ്റ്റിനകത്ത് 24 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. S24 ഈസ് ഈക്വൽ ടു 24/2 ഇൻറ്റു 2a + 24 - 1 ഇൻറ്റു ഡി. എയും ഡിയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 24/2 എന്ന് പറയുമ്പോൾ 12 ആണ്. 12 ഇൻറ്റു 2 ഇൻറ്റു 5 പ്ലസ് 24 - 1 എന്ന് പറയുമ്പോൾ 23 ആണ്. 23 ഇൻറ്റു 2 ആണ്. ദാറ്റ് ഈസ് 12 പ്ലസ് 12 ഇൻറ്റു 10 പ്ലസ് 46 എന്ന് വരും. ദാറ്റ് ഈസ് 12 ഇൻറ്റു 56, ദാറ്റ് ഈസ് ഈക്വൽ 672. അടുത്ത ചോദ്യം, how many terms of the AP 9, 17, 25, etc. must be taken to give the sum 636? ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക. അടുത്ത ചോദ്യം, ഫസ്റ്റ് ടേം ഓഫ് ആൻ എ പി ഈസ് 5 ആൻഡ് ദ ലാസ്റ്റ് ടേം ഈസ് 45 ആൻഡ് ദ സം ഈസ് 400.
Find the number of terms and a common difference. First term of an AP is 5 and the last term is 45 and the sum is 400. Find the number of terms and a common difference. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Find the sum of first 51 terms of an AP whose second and third terms are 14 and 80 respectively. Find the sum of first 31 terms of an AP whose second and third terms are 14 and 18 respectively. അതും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. If the sum of first n terms of an AP is 4n minus n square, what is the first term? What is the second term? Also find the 10th term and nth term. ഇതാണ് ചോദ്യം. ഒരു എ പിയുടെ ഫസ്റ്റ് എൻ ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 4n മൈനസ് എൻ സ്ക്വയർ ആണ്. അതിൻ്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം, കൂടാതെ 10th ടേമും nth ടേമും കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. അപ്പോൾ ഒരു എ പിയുടെ സം ഓഫ് എൻ ടേംസ് തന്നിട്ടുണ്ട്. ഹിയർ SN എന്ന് പറയുന്നത് 4n മൈനസ് എൻ സ്ക്വയർ ആണ്. കോളേജ് ആസ് ഇക്വേഷൻ നമ്പർ 1. സം ഓഫ് എൻ ടേംസ് തന്നിട്ടുണ്ട്, അത് 4n മൈനസ് എൻ സ്ക്വയർ ആണ്. സം ഓഫ് എൻ ടേംസ് എന്ന് പറയുന്നത് 4n മൈനസ് എൻ സ്ക്വയർ ആണ്. ഇവിടെ എന്നിന് നിങ്ങൾ 5 എന്ന് കൊടുത്താൽ സം ഓഫ് 5 ടേംസ് കിട്ടും. എന്നിന് 3 എന്ന് കൊടുത്താൽ സം ഓഫ് 3 ടേംസ് കിട്ടും. എന്നിന് 2 എന്ന് കൊടുത്താൽ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് കിട്ടും. എന്നിന് 1 എന്ന് കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം തന്നെയാണ് കിട്ടുന്നത്. പുട്ട് n ഈസ് ഈക്വൽ ടു 1 ഇൻ ഇക്വേഷൻ 1. ഈ ഇക്വേഷനകത്ത് എന്നിന് 1 എന്ന് കൊടുത്താൽ ഫസ്റ്റ് ടേം തന്നെയാണ് കിട്ടുന്നത്. പുട്ട് n ഈസ് ഈക്വൽ ടു 1 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ S1 ഈസ് ഈക്വൽ ടു 4 × 1 മൈനസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതായിരിക്കും ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. സം ഓഫ് n ടേംസിനകത്ത് എന്നിന് 3 എന്ന് കൊടുത്താൽ നമുക്ക് സം ഓഫ് 3 ടേംസ് കിട്ടും. എന്നിന് 4 എന്ന് കൊടുത്താൽ സം ഓഫ് 4 ടേംസ് എന്ന് കിട്ടും. എന്നിന് 1 എന്ന് കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ S1 എന്ന് പറയുന്നത് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു A, ദ ഫസ്റ്റ് ടേം. ഇവിടെ എന്നിന് 2 എന്ന് കൊടുത്താൽ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ആണ് കിട്ടുന്നത്. പുട്ട് n ഈസ് ഈക്വൽ ടു 2 ഇൻ 1. ഫസ്റ്റ് ഇക്വേഷനകത്ത് നമ്മൾ എന്നിന് 2 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനകത്ത് എന്നിന് 2 എന്ന് കൊടുക്കുമ്പോൾ S2 സമം 4 × 2 മൈനസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് 8 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇത് സം ഓഫ് 2 ടേംസ് ആണ്. A പ്ലസ് AD ആണ്. സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ആണിത്. S2 എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ A പ്ലസ് AD ആണ്. ദാറ്റ് ഈസ് 4 സമം A പ്ലസ് AD എന്ന് പറയുമ്പോൾ 2A പ്ലസ് D ആണ്. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു 2A പ്ലസ് D ആണ്. ദാറ്റ് ഈസ് 4 ഈസ് ഈക്വൽ ടു 6 പ്ലസ് D ആണ്. 6 പ്ലസ് D ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 4 സമം 6 പ്ലസ് D ആണ്. അപ്പോൾ 4 മൈനസ് 6 ഈസ് ഈക്വൽ D എന്ന് വരും. ഇപ്പോൾ D സമം -2 എന്ന് വരും. ഇപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. അതുകൊണ്ട് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ A പ്ലസ് D ആണ്. A നമുക്കറിയാം. അപ്പോൾ A പ്ലസ് -2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി 10th ടൈം ആണ് കാണേണ്ടത്. 8 എന്ന് പറയുന്നത് A പ്ലസ് 9D ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 3 പ്ലസ് 9 ഇൻറ്റു -2 എന്ന് വരും. ദാറ്റ് ഈസ് 3 മൈനസ് 18 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ -15 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ടൈം കണ്ടുപിടിക്കാം. an ഈസ് ഈക്വൽ ടു A പ്ലസ് n മൈനസ് 1 ഇൻറ്റു D ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു -2 എന്ന് വരും. ഈ -2 അകത്തേക്ക് ഗുണിക്കുമ്പോൾ 3 പ്ലസ് -2n പ്ലസ് 2 എന്ന് വരും. ദാറ്റ് ഈസ് an ഈസ് ഈക്വൽ ടു 5 മൈനസ് 2n എന്ന് വരും. 5 മൈനസ് 2n. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് എന്ത് ടൈം കിട്ടി? ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 40 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഡിവിസിബിൾ ബൈ 5. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 40 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഡിവിസിബിൾ ബൈ 6 ആണ്. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 0 ആൻഡ് 50. ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 0 ആൻഡ് 50. ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 0 ആൻഡ് 50. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. A manufacturer of TV sets produced 600 sets in the 3rd year and 700 sets in the 7th year. A manufacturer of TV sets produced 600 sets in the 3rd year and 700 sets in the 7th year. Assuming that the production increases uniformly by a fixed number every year, find ഒന്ന് the production in the first year, 2 production in the 10th year, 3 total production in first 7 years. ഓക്കെ, ഇവർ പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഒരു ടി വി സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറർ 3-ാമത്തെ വർഷം 600 സെറ്റുകളാണ് ഉണ്ടാക്കിയത്. 7-ാമത്തെ വർഷം 700 സെറ്റുകളാണ് ഉണ്ടാക്കിയത്. ഓരോ വർഷവും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടി വി സെറ്റുകളുടെ എണ്ണം അവർ ഒരു ഫിക്സഡ് നമ്പർ കൂട്ടിക്കൊണ്ടിരിക്കും. ഓരോ വർഷവും ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൊഡക്ഷൻ്റെ എണ്ണത്തിനകത്ത് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തുകൊണ്ടിരിക്കും.
അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ഇൻ ദ ഫസ്റ്റ് ഇയർ കാണണം, പ്രൊഡക്ഷൻ ഇൻ ദ 10th ഇയർ കാണണം, ടോട്ടൽ പ്രൊഡക്ഷൻസ് ഇൻ ഫസ്റ്റ് 7 years കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. ലെറ്റ് എ ബി ദ നമ്പർ ഓഫ് ടി വി സെറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ ആൻഡ് ഡി ബി ദ ഇൻക്രിമെൻറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഇൻ ഈച്ച് ഇയർ. ആദ്യത്തെ വർഷത്തെ പ്രൊഡക്ഷൻ ടി വി സെറ്റുകളുടെ എണ്ണം, പ്രൊഡ്യൂസ് ചെയ്യുന്ന ടി വി സെറ്റുകളുടെ എണ്ണം എ ആണെന്നിരിക്കട്ടെ. ഓരോ വർഷവും കൊടുക്കുന്ന ഇൻക്രീസ്, എണ്ണത്തിൽ കൊടുക്കുന്ന ഇൻക്രീസ് ഡി ആണെന്നിരിക്കട്ടെ. ഡി ബി ദ ഇൻക്രിമെൻറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഇൻ ഈച്ച് ഇയർ. Therefore, A, A plus D, A plus 2D, A plus 3D, etc. are the productions in first year, second year, third year, etc. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, എക്സെട്ര ഈ വർഷങ്ങളിലുള്ള പ്രൊഡക്ഷൻ ഇതായിരിക്കും. എ പ്ലസ് ഡി, എ പ്ലസ് 2D, എക്സെട്ര ആയിരിക്കും. ഹിയർ പ്രൊഡക്ഷൻ ഇൻ തേർഡ് ഇയർ, പ്രൊഡക്ഷൻ തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് 2D ആണ്. എ പ്ലസ് 2D സമം 600 ആണ്. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. പ്രൊഡക്ഷൻ ഇൻ ദ 7th ഇയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് 6D ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 700 എന്ന് വരും പറയുന്നുണ്ട്. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. എയും ഡിയും കാണാൻ അവരെ കണക്ട് ചെയ്യുന്ന 2 റിലേഷൻസ് ഇവിടെ ഉണ്ട്. മെത്തേഡ് ഓഫ് എലിമിനേഷൻ നമുക്ക് ഉപയോഗിക്കാം. 1 minus 2 gives, ഇവിടെ 1ൻ്റെയും 2ൻ്റെയും LHS തമ്മിൽ കുറയ്ക്കുമ്പോൾ a minus a 0, 2D minus 6D minus 4D എന്ന് വരും. 600 minus 700 എന്ന് പറയുമ്പോൾ minus 100 എന്ന് വരും. അപ്പോൾ -4D സമം -100 ആണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് -100/-4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 25. ഡിയുടെ വാല്യൂ ഒന്നാമത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ഈസ് ഈക്വൽ ടു 25 in 1. ദാറ്റ് ഈസ് a plus 2 into 25 ഈസ് ഈക്വൽ ടു 600. ദാറ്റ് ഈസ് a plus 50 ഈസ് ഈക്വൽ ടു 600. അപ്പോൾ a സമം 600 minus 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 550. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 550 ആണ്. ഇനി പ്രൊഡക്ഷൻ ഇൻ ദ 10th ഇയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് 9D ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 550 പ്ലസ് 9 into 25. ഡി എന്ന് പറയുന്നത് 25 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 775. ഇനി ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ഫസ്റ്റ് 7 years, ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ഫസ്റ്റ് 7 years കാണാൻ S7 കണ്ടാൽ മതി. ആ എ പിയിലെ 7 ടേംസിൻ്റെ സം കണ്ടാൽ മതി. അപ്പോൾ S7 ഈസ് ഈക്വൽ ടു 7/2 into 2a plus 7 minus 1 into d. ദാറ്റ് ഈസ് 7/2 into ബ്രാക്കറ്റിനകത്ത് 2 into 550 plus 6 into 25. ദാറ്റ് ഈസ് 7/2 into 1100 plus 150. ദാറ്റ് ഈസ് 7/2 into 1250. ദാറ്റ് ഈസ് ഈക്വൽ ടു 4375. ഇതാണ് ആദ്യത്തെ 7 വർഷത്തെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ സം ഓഫ് ₹700 ഈസ് ടു ബി യൂസ്ഡ് to give 7 cash prizes to students of a school for their overall academic performance. If each prize is ₹20 less than its preceding prize, find the value of each prizes. ഇതാണ് ചോദ്യം. A sum of ₹700 is to be used to give 7 cash prizes to students of a school for their overall academic performance. If each prize is ₹20 less than its preceding prize, find the value of each prizes. ഇത് ഹോംവർക്കായിട്ട് ഞാൻ തരികയാണ്. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും 4 വീഡിയോകളിലായിട്ട് നമ്മൾ പഠിച്ചത് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക. അതിനുശേഷം ഹോംവർക്ക് ചെയ്യുക, ഇത് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും. താങ്ക് യു.